ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു സൈക്കോളജിക്കൽ പാർട്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതിനെ പല തലത്തിൽ പല ടൂളുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പേഴ്സണാലിറ്റിയെക്കുറിച്ച് സ്വല്പം കൂടെ കാര്യമായി നമുക്ക് ചിന്തിക്കാം. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ചിന്തകളും പ്രവർത്തികളും ചേർന്ന് രൂപപ്പെടുന്നതാണെന്നാണ് പൊതുവെ പറയുന്നത്. അത് വളരെ സത്യവുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാം. ഹരിഹരൻ സാറാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. മിക്കവാറും മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം സാറ് നമ്മളെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നല്ലൊരു അവയർനെസ് തരാറുണ്ട്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഹരിഹരൻ സാറിനെയും. ഹരിഹരൻ സാർ, യു ആർ വെൽക്കം. Thank you very much for an opportunity again. You are going to me. ഈ അടുത്ത കാലത്ത് വരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡ്യുവൽ പേഴ്സണാലിറ്റി, ക്ലെപ്റ്റോമാനിയ, ഇങ്ങനെയുള്ള പല വിധത്തിൽ ചെയ്തുകൊണ്ട് ഇത് പേഴ്സണാലിറ്റിയെ തന്നെ കൈ പിടിച്ചിരിക്കുകയാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഡോക്ടർ സാബു മേഖി സ്ലൈറ്റ്ലി അബ്സ്ട്രാക്ട് സബ്ജക്റ്റ് ആണത്. അതിനകത്ത് കൂടുതൽ ഇല്ലേ, അതിൽ കൂടുതലൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഹ്യൂമറായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കുറെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ് കൂടുതൽ പറയേണ്ടി വരുന്നത്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. സോ വി വിൽ സ്റ്റാർട്ട്. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? നമ്മൾ സാധാരണ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ വി ആർ ക്യാരിഡ് ബൈ wanting physical appearance of a person, tall, well built, beautiful, or handsome or beautiful, well behaved, well mannered, ഇങ്ങനെയൊക്കെയാണ് നല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് പേഴ്സണാലിറ്റി അതാണോ, അത് വേറെ എന്തെങ്കിലും ഉണ്ടോ? Personality governed ചെയ്യുന്ന what are the theories and what are the traits of the personality, and how you can assess your personality, how the assessment കൊണ്ട് എന്താണ് പ്രയോജനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. I admit is a very vast subject. For example, ഏതെങ്കിലും ഒരു തിയറിയെ പറ്റി പറഞ്ഞാൽ you can have a talk for hours together. അത് ഞാൻ 2-3 സെന്റൻസിൽ കൊണ്ട് നിർത്തുകയാണ്. It's a very, very vast subject. Anyway, I'll try to be as simple as possible and try to bring out the essence of this subject personality. Personality is a word derived from the Latin word persona. Persona which is mask. മുഖടി ഇടുക, മുഖംമൂടി. ഈ people are acting. For that character they wear a mask. നമ്മൾ മാസ്ക് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നത് പല ആൾക്കാരും മാസ്ക് ആണ് ഇടുന്നത് പേഴ്സണാലിറ്റിക്ക്. അത് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം. എക്സ്റ്റീരിയർ കാണുന്ന പോലെ അല്ല അവർ അടുത്ത് പോകുമ്പോൾ, അവിടെയാണ് അവരുടെ പേഴ്സണാലിറ്റി വരുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ അസസ് ചെയ്യാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഒരു പേഴ്സണാലിറ്റി അതെങ്ങനെ അസസ് ചെയ്യാം? ഒരു പേഴ്സണാലിറ്റി സാലിയന്റ് ഫീച്ചേഴ്സ് എന്താണ്, ഹൗ യു കൻ അസസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ്. ലെറ്റ് us go for the first beginning. Definition. Personality is the distinctive and stable pattern of thoughts, emotions, behavior that define individual. നേരത്തെ നമ്മൾ പേഴ്സണാലിറ്റി പറഞ്ഞത് എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് പറഞ്ഞത്. അത് എക്സ്റ്റേണൽ അപ്പിയറൻസിനെ പറ്റി സയന്റിസ്റ്റുകാരൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് പാറ്റേൺ ഓഫ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ഡിഫൈൻ ഇൻഡിവിജ്വൽ. ഇറ്റ് റിഫ്ലെക്ട്സ് ഹൗ പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് കൺസിസ്റ്റന്റ്ലി അക്രോസ് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആക്ച്വൽ പേഴ്സണാലിറ്റി. ഇറ്റ് ഇസ് നോട്ട് ദ അപ്പിയറൻസ്. ഈ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർ ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരുടെ ആക്ച്വൽ പേഴ്സണാലിറ്റി പൂച്ച വെളിച്ചാടുന്നത്. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി, യെസ് ഇറ്റ് ഈസ് external appearance is a major portion, no doubt, but if you want to analyze one's personality, you have to see what is his pattern of thoughts. എന്തൊക്കെയാണ് അവർ ആലോചിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, എമോഷൻസ്. ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണോ അതോ കൂളായിട്ടിരിക്കുന്ന ആൾക്കാരാണോ? പിന്നെ ബിഹേവിയർ, മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നത് കുറച്ച് നയതന്ത്രമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണോ, സ്നേഹത്തോട് പെരുമാറുന്നവരാണോ? ദാറ്റ് ഡിഫൈൻ ഇൻഡിവിജ്വൽ. ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കൂടുമ്പോഴാണ് ഒരാളുടെ പേഴ്സണാലിറ്റി വരുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഹൗ പീപ്പിൾ തിങ്ക്.
അവരെങ്ങനെ ചിന്തിക്കുന്നു, how they feel, and act consistently across situation. Because in our life, it will come across variety of situations. ഓരോന്നിലും ഓരോരുത്തരും എങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ, if you take 2 or 3 people, ഒരേ സെയിം situations, the reaction will be a little different. That depends upon their personality. അതാണ് മീൻ ചെയ്യുന്നത്. Personality is a distinctive and stable pattern of thoughts, emotions, and behavior that define individual. It reflects how people think, act, and consistently across situation. Salient features of personality. എന്തൊക്കെയാണ് സാധാരണ ഫേഷൻ? യുണീക്നെസ്. Yes, every person has got unique personality. No people can be same, even twins included. They may be twins, no doubt, biologically twins, but personality-wise they may be different. Because each person has a unique personality shaped by how എങ്ങനെയാണ് വരുന്നത് personality, genes, by birth, നിങ്ങളുടെ ബർത്തിലുള്ളത്, എൻവിയോൺമെന്റ്, ചുറ്റുപാടുകൾ, എന്ത് ചുറ്റുപാടിലാണ് നിങ്ങൾ വളരുന്നത്, ആൻഡ് എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ, കമ്മിങ് ടു ദി എക്സാമ്പിൾ ഓഫ് ട്വിൻസ്, ഒരാൾ ഇവിടെ വളരുന്നു, ഒരാൾ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ട് വളർന്നു. Yes, they biologically, they are genetically, they have got a lot of similarity, but because of the environment and experience in different places, their personality will also change. So no two people will have same personality. അതാണ് മീൻ ചെയ്യുന്നത്. ഒരാൾക്ക് ആർക്കും മറ്റാളെ പോലെ പേഴ്സണാലിറ്റി വരത്തില്ല. കാണാനൊക്കെ അതുപോലെയൊക്കെ സ്മാർട്ടായിട്ട് ഇരിക്കുകയായിരിക്കും, പക്ഷേ ബിഹേവിയർ വരുമ്പോഴും സിറ്റുവേഷൻ വരുമ്പോഴും ഹൗ ദ റിയാക്ട് ആൻഡ് ബിഹേവ് എന്നുള്ളതാണ്. സോ ഇൻഡിവിജ്വൽ യുണീക്നെസ് ഈസ് വൺ ഓഫ് ദി സാലിയന്റ് ഫീച്ചർ ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഹാസ് ഗോട്ട് യുണീക് പേഴ്സണാലിറ്റി ഷെയ്ഡ് ബൈ ജീൻസ് ബൈ ബർത്ത്, ബയോളജിക്കൽ ആയിട്ടുള്ളത്, എൻവിയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകൾ, നിങ്ങൾ എവിടെ വളരുന്നു, എങ്ങനെ വളരുന്നു, ആൻഡ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി എക്സ്പീരിയൻസ് പറയുമ്പോൾ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സൈക്കോളജി സബ്ജക്റ്റിൽ നോക്കിയാൽ it has got a far-reaching effect till your end. ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് മലയാളത്തിലുണ്ട്. കൊച്ചിലുള്ള ശീലം നിങ്ങൾ അവസാന കാലം വരെ കാണും. അതാണ് ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് has got a very, important part in shaping individual's personality. So a personality is a unique, every person has got a unique personality, different further. And this personality is shaped by the genes, environment, experience. Consistency over time. ഇന്ന് ഒരു കൊച്ചുകുട്ടിയുണ്ട്, 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ്, അതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. 10 വയസ്സാകുമ്പോൾ it will change. Consistency over time. പക്ഷേ കൊച്ചിലെ ഇരുന്ന അതേ സ്വഭാവം അത് കാണിക്കും. ആൻഡ് ബിഹേവിയർ, മാനറിസം അതൊക്കെ കാണും. ഇറ്റ് മേ ഇവോൾവ് towards the personality traits. With the passage of time, നിങ്ങളുടെ ബേസിക് ഇൻസ്റ്റിങ്സും സ്ട്രക്ചേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ടൈം ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ടെൻഡ്സ് ടു റിമെയിൻ റിലേറ്റീവ്ലി സ്റ്റേബിൾ അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻ. ഒരു കുട്ടി ഫോർ എക്സാമ്പിൾ കൊച്ചിലെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരു കുട്ടി പാട്ട് കേട്ട് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ദാറ്റ് മീൻസ് ഇറ്റ് എൻജോയ്സ് ദ സോങ്. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ഇറ്റ് വിൽ ടെൻഡ് ടു റിലേറ്റീവ്ലി സ്റ്റേബിൾ, കുറെ കൂടെ സ്റ്റേബിൾ ആവും, പാട്ട് പാടാൻ തുടങ്ങും. ഇല്ലെങ്കിൽ മിമിക്രി, വേറെ ആൾക്കാരെ മോണാക്ട് കാണിക്കും. പല കുട്ടികൾ നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ലേ? ഇതൊക്കെയാണ് അത്. ദാറ്റ്സ് ഓൾസോ പാർട്സ് ഓഫ് പേഴ്സണാലിറ്റി, ഹൗ ദേ ബിഹേവ്. സോ കൺസിസ്റ്റൻസി ഓവർ ടൈം ഇറ്റ് മേ ഇൻവോൾവ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ടെൻഡ് ടു റിമെയിൻ റിലേറ്റീവ്ലി സ്റ്റേബിൾ അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻസ്. പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് ആ പാടെ മാറിക്കഴിഞ്ഞാൽ അത് പേഴ്സണാലിറ്റി അല്ല, അത് ബിക്കോസ് ഓഫ് സം അതർ സിറ്റുവേഷൻ വിച്ച് ഇസ് ബിയോണ്ട് യുവർ കൺട്രോൾ. ബട്ട് ബൈ ആൻഡ് ലാർജ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകുകയാണെങ്കിൽ ദ പേഴ്സണൽ ടെൻസ് റിമെയിൻ റിലേറ്റീവ്ലി സ്റ്റേബിൾ. പണ്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ ആയിരിക്കും. കുട്ടി ചിരിക്കുന്നത് തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ദ വേ ഇറ്റ് സിറ്റ്സ്, സ്മൈൽസ് ആൻഡ് ടോക്സ്, എവറിത്തിങ് വിൽ ബി റിലേറ്റീവ്ലി സ്റ്റേബിൾ അക്രോസ് ടൈം ആൻഡ് സിറ്റുവേഷൻ. ഡൈനാമിക് നേച്ചർ പേഴ്സണാലിറ്റി, യെസ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇറ്റ് ക്യാൻ ചേഞ്ച്. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ചേഞ്ച്. അതാണ് അവിടെയാണ് നിങ്ങളുടെ കുറെ കൂടെ ഇന്റീരിയർ ആയിട്ട് പോകുമ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റിയെ പറ്റി വരുമ്പോൾ അറിയുന്നത് ഹൗ ഹി റിയാക്ട്സ് ടു ദി സിറ്റുവേഷൻസ്. ഇറ്റ് ചേഞ്ചസ്.
It can change with life events, therapy and maturity. പ്രായം കൂടുന്തോറും നേരത്തെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു കുട്ടി ആയിരിക്കില്ല കുറച്ച് പ്രായം വരുന്നത്. ബിക്കോസ് അതിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഈ പേഴ്സണാലിറ്റിയുടെ ജീൻസ് അല്ലെങ്കിൽ അതിന്റെ സീഡ്സ് is already available in younger days, which may not it will not come to the public view in the young age, but with the passage of time, the personality is not. That is why it's called. Though personality, stable personality is not rigid, it can change in life events, therapy, and maturity with the passage of time. With when they experience different things in their life, that is why when they undergo some therapy, or when they age, the personality will gradually change. So that is called personality is of dynamic nature. Psychological and biological basis. Personality strengthens the brain structure, neurotransmitters, and earlyhood child experiences. Psychological and biological basis പറഞ്ഞു ജെനറ്റിക്കൽ ആണ്. ഇപ്പം ജെനറ്റിക്കൽ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ പലപ്പോഴും അയച്ചു വയ്ക്കുക നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വിത്ത് എ പാസേജ് ടൈം യു ഫൈൻഡ് ഹി ഈസ് ബിഹേവിംഗ് ലൈക്ക് അവർ ഗ്രാൻഡ് ഫാദർ ഓർ ഹി ഹാസ് ഗോട്ട് സെയിം ആറ്റിറ്റ്യൂഡ് ലൈക്ക് അവർ അങ്കിൾ. കൊച്ചിലെ ഒന്നും കാണത്തില്ല, പക്ഷെ വിത്ത് എ പാസേജ് ടൈം യു ഫൈൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ജെനറ്റിക്കൽ ബയോളജിക്കൽ ബേസിസ്. Gene will control what is your personality with passage of time. It may be good, better or for worse, but it will not. It will come to open this only with the passage of time. And psychological personality stems from brain structure, neurotransmitters stable ആയിരുന്നവർക്ക് they will have a stable personality. അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിലൊക്കെ ഡിസോർഡർ വരുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചർ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ എഫക്റ്റ് ആകുമ്പോൾ പീപ്പിൾ ബിഹേവ് ലൈക്ക് ക്ലെപ്റ്റോമാനിയ, അല്ലെങ്കിൽ സർക്കാസം, സാഡിസം ഒക്കെ സംസാരിച്ചില്ലേ? ബിക്കോസ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. റിപ്പീറ്റഡ്ലി യു ഫൈൻഡ് ഇൻ ഓൾ സൈക്കോളജിക്കൽ സബ്ജക്ട് the childhood experiences that go a long way in deciding about a person, his personality, and his achievements in life. Social interaction influences that. Once you grow up, then you earlier in the days you are confined yourself to the family, inner family, and actually there is not much interaction because everyone will love you. But once you grow with the passage of time, when you age, you have to interact with the society. It shapes responses, social interaction, and coping mechanism. അപ്പോഴായിരിക്കും നമുക്ക് ഈ കോപ്പി മെക്കാനിസം എന്ന് പറയുന്നത്, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറാണ്, അവരെ കോപ്പി അടിക്കുക, അവർ ഇമിറ്റേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരുടെ റിലേഷനുള്ള ഒരു എൽഡറിലെ ആളെ ഇമിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇതൊക്കെ കാണുമ്പോൾ it influences, it shapes choices, the personality is gradually changed. But I repeat, basically that the original seeds will be there. Only thing is, with the passage of time and across situation, it will change. That way, that's why I said, personality, though stable, you cannot say it is a rigid one, because with the passage of time and situation, it will change. Now we'll come to a very important thing. We have seen the salient features of personality, individual uniqueness, considering over time, dynamic nature, psychological, biological factor, external initiative behavior, which shapes the choices of everything. Now there are a lot of theories there on person. നമ്മളെ തിയറി, സൈക്കോളജിക്കൽ തിയറി ആദ്യം മനസ്സിൽ വരുന്ന പേരാണ് ഫ്രോയിഡ്. ഫ്രോയിഡ് സ്പെല്ലിംഗ് തെറ്റാണ് എഴുതിയിരിക്കുന്നത് ടൈപ്പ് ചെയ്തപ്പോൾ, അപ്പോൾ സോറി ഫോർ ദാറ്റ്. അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് തിയറി ഓഫ് സൈമൺ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ദി സൈക്കോ അനാലിസിസ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, personality is shaped by unconscious desires and childhood experiences. According to Freud, instincts, ego, and superego are three structures.
ഇതിനകത്ത് കൂടുതൽ പറയണം. ഫ്രോയിഡിന്റെ ആൻഡ് സൈക്കോ അനാലിസിസ് തിയറി എന്ന് പറയുന്നത് ഇദ്, ID, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ? ഇദ്, യെസ് യെസ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ വാട്ട് ഈസ് ഇറ്റ്? ഇത് എ ബേസിക് ഇൻസ്റ്റിങ്സ്. നമുക്കൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം കൊച്ചു കുഞ്ഞിലെ ചിലപ്പോൾ നല്ല മധുരപലഹാരം കഴിക്കാനുള്ള ആഗ്രഹമായിരിക്കാം, ഇല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കാനുള്ള ആഗ്രഹമായിരിക്കാം, ഇല്ല അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആഗ്രഹമായിരിക്കാം. അതാണ് ബേസിക് ഇത്. ഫോർ എക്സാമ്പിൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ വെൻ എ ബേബി വെൻ ഇറ്റ് ഫീൽസ് ഹംഗ്രി ഇറ്റ് ജസ്റ്റ് ക്രൈസ്. അങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇത്. ഇത് ഈസ് എ ബേസിക് ഇൻസ്റ്റിങ്സ് ആയിട്ടാണ് ഇതെന്ന് പറയുന്നത്. It is a organism unconscious of instincts, impulsive desire. Then ego എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസ് ഇതെന്ന് പറയുന്നത്. വേറെ ഗ്രാറ്റിഫിക്കേഷൻ, ബേസിക് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളതിനാണ് ഇതെന്ന് പറയുന്നത്. കുറച്ച് വയസ്സാകുമ്പോൾ യു വിൽ ട്രൈ ടു ബി ഈഗോ റിയലിസം, ബാക്കിയുള്ള റിയാലിറ്റി ആയിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങും. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ല, കാരണം വെച്ചാൽ കൊച്ചിലെ ഇരിക്കുമ്പോൾ ആസ് എ ബേബി യു ആർ ദി സെന്റർ ഓഫ് അട്രാക്ഷൻ ബൈ ഓൾ ദ പീപ്പിൾ എന്ന് കാരണം അവിടെ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യും. ബട്ട് അതിനുള്ള കേസ് നിങ്ങളൊരു 3-4 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കണം എന്ന് ചിലപ്പോൾ അടിയായിരിക്കും കിട്ടുന്നത്. സോ വാട്ട് യുവർ പേഴ്സണാലിറ്റി വിൽ സ്ലോലി ചേഞ്ച്. ഇറ്റ് വിൽ ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദ റിയാലിറ്റി ഓഫ് ദി. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും there will find that you are no more the center of attraction there, because there are other same age group ഉള്ള കുട്ടികളുണ്ട്. ഇപ്പം ടീച്ചറിന് അവരെയും ഇത് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ടാൻട്രംസ് കാണിച്ചാലൊന്നും അവിടെ ചിലവാകത്തില്ല. വീട്ടിൽ ചിലവാകും, ടാൻട്രംസ് കാണിച്ച് ചിലവാകും. ബിക്കോസ് യു ആർ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ കേസ് വിത്ത്. ദാറ്റ് ഈസ് എ ഈഗോ സ്റ്റേജ്. ദാറ്റ് ഈസ് റിയലിസം, റിയാലിറ്റി വരുന്നത്. ഇത് കഴിഞ്ഞാണ് സൂപ്പർ ഈഗോ. സ്റ്റിൽ വെൻ യു ഗ്രോ ഫർദർ യു ഫൈൻഡ് ദാറ്റ് ദർ ആർ ഇൻ സൊസൈറ്റി യു വിൽ ഹാവ് ടു ഒബ്സർവ് സം പ്രിൻസിപ്പിൾസ്. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല. കോളേജിൽ പോവുകയാണെങ്കിൽ സമയത്തിന് പോകണം, ഇല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിൽ സമയത്ത് ചെയ്യണം, ഓഫീസ് ടൈമിൽ വർക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ബിഹേവ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യണം. ദർ ആർ സം റെസ്ട്രിക്ഷൻസ് ആർ ദെയർ. ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ ഈഗോ. എന്തിന് ഈ സൂപ്പർ ഈഗോ എന്ന് കുറിച്ചാൽ അങ്ങനെ അദ്ദേഹം അങ്ങനെ പേരിട്ടു, ഇത് ഈഗോ സൂപ്പർ ഈഗോ ഇട്ടുള്ള. അതിന് മീൻ ചെയ്ത് ഞാൻ ആദ്യം വായിച്ചു നോക്കി എന്താണ് ഈഗോ സൂപ്പർ ഈഗോ. ഇതാണ് കാരണം. ഈഗോ എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് കുറച്ച് ഗ്രോ ചെയ്യുമ്പോൾ റിയാലിറ്റി ആയിട്ട് അത് ബന്ധപ്പെട്ട് അതിൻ്റെ പേഴ്സണാലിറ്റി, അതിൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി. അത് വോൺസ് യു ഗോ ഫർദർ ഒരു മിഡിൽ ഏജ് ഇല്ല, നേരത്തെ ഒരു കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ ജോലിയൊക്കെ ആകുമ്പോൾ വി ഹാവ് ഗോട്ട് സം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ദെയർ, മോറൽ റെസ്പോൺസിബിലിറ്റീസ് ആർ ദെയർ. ദാറ്റ്സ് കോൾഡ് സൂപ്പർ ഈഗോ. ഇതാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് സാറിൻ്റെ സൈക്കോഅനാലിസിസ് തിയറി ഓഫ് ഇദ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ പേഴ്സണാലിറ്റി ഉള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി വോളിയൂംസ് ബുക്സ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 100 പേജുള്ളത് തന്നെ വെറുതെ 3-4 സെൻറ്റൻസ് കൊണ്ട് നിർത്തി. ബേസിക്കലി ഇതാണ് കാര്യം, ഇതാണുള്ളത്. പിന്നെ വേറെ ഉള്ളത് തിയറി ഓഫ് ട്രേറ്റ് തിയറി. ഈ ആൽപോർട്ട്, കോൾട്ടൽ ആൻഡ് ഐനിസൈഡ് 2 സയൻറ്റിസ്റ്റുകാർ അവർ എക്സ്പൗണ്ട് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് ബിഹേവിയർ. ഇതിനെയും കൂടെ ഒന്നുകൂടെ പറയാം. കാരണം വെച്ചാൽ ഈഗോ they compare like it is like a horse and ego is like a rider. Horse has got power and motion, but it is rider which guides it. അതായത് കൊച്ചിലെ നിങ്ങളുടെ മുഷ്ടി പ്രകാരം എന്തെങ്കിലും കാണിക്കുമായിരിക്കും, പക്ഷേ ഈഗോ സ്റ്റേജ് വരുമ്പോൾ യു വിൽ ഹാവ് ടു കൺട്രോൾ ദ ഹോൾ തിങ്.
ഒരു ഹോഴ്സ് റൈഡർ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത്. സൂപ്പർ ഈഗോ ആകുമ്പോൾ ദെൻ മോറൽ യു ഹാവ് ടു ഒബ്സർവ് സം മോറൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സൊസൈറ്റി. എന്നാലേ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഈ ഫ്രോയിഡിന്റെ സൈക്കോഅനാലിസിസ് തിയറി വരുന്നത്. ഡിസ്കഷൻ സമയത്ത് സാബു സാർ അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് എനിക്ക് ഐ എം ഷുവർ. ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് ബിഗ് ട്രേറ്റ്സ്, അതായത് തിയറി ഈ ആൽബർട്ട് കാൾട്ടൽ, ഐൻസ്റ്റൈൻ എന്ന വലിയ സയന്റിസ്റ്റുകാര് they have formed a theory called trade theory, which is popularly known as the principle of ocean. Principle of ocean. എന്താണ് ഈ principle of ocean? O stands for experience. Openness, experience. Open stands for experience, and what they mean by that. It is a willingness to learn new things. People has got that trait. ഇവിടെ ട്രേറ്റ് ആണ്. ഓ പറയുന്ന ട്രേറ്റിനാണ് മീൻ ചെയ്യുന്നത്. പീപ്പിൾ ഹു ഹാസ് ഗോട്ട് എ ട്രേറ്റ്, ട്രേറ്റ് ഉള്ളവര് they are willing to learn new things, and they will reach places. They'll be achievers. അവർക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് ഇത് കാണും. മറ്റുള്ളവരെ പോലെ അല്ല. They'll be outgoing and trying to learn new things. They are open to experience. പുതിയ എക്സ്പീരിയൻസിന് തയ്യാറാണ്. And they are good learners. And they'll go to places and reach places rather, and they'll be achievers. C stands for conscientiousness. These people, type of people will be very systematic and self-disciplined. Systematic approach ആയിരിക്കും അവർ കാര്യങ്ങൾ. When they are interested in some job, they will do systematically and very sincerely. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരും. കുറെ കഴിഞ്ഞിട്ട് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു സെക്ഷൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരും. ഇതിങ്ങനെയാണ് അവർ അസസ് ചെയ്യുന്നത്. somebody has got a C trait എന്ന് വെച്ചാൽ yes, this man is a very systematic approach and very self-confident and self-disciplined, and he is dependable. C. E stands for the extroversion, that here they are open to the society. They will easily mingle with people. Sociability, assertiveness, seeking stimulation from outside. ബാക്കി വെളിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് ആഗ്രഹം കാണും. അല്ലാതെ ഇൻട്രോവേർട്ടായിട്ട് അവർ ഇരിക്കുകയില്ല. They will open up themselves to others. They are prepared to accept ideas from others, and they will expand their views, vision. ഉള്ള ആൾക്കാരാണ് ഈ traits ഉള്ളത്. A stands for agreeableness. That is, this type of people will be understanding, compassionate, and cooperative people. വളരെ സ്നേഹമായിട്ടും, ഫോർ എക്സാമ്പിൾ എഗ്രീബിൾ, ഇങ്ങനെയുള്ള ട്രേറ്റ് ഉള്ളവരാണ് ഈ മെഡിക്കൽ ഫ്രറ്റേണിറ്റിക്ക് ആവശ്യമുള്ളത്. എ ട്രേറ്റ് ഉള്ളവർ, കൂടുതൽ എ ട്രേറ്റ് ഉള്ളവർ. ബിക്കോസ് they should be understand, they should be very compassionate, they should understand others, then they should be cooperative also. Even the patients വരുന്നവരെ അവരുടെ അടുത്ത് കോപ്പറേറ്റീവ് ഇതെങ്കിലും അവരുടെ അടുത്ത് സ്നേഹത്തോടെ കൊണ്ടുപോകുന്നത്. അനിയൻ stands for neuroticism. Neuroticism means people who tend to be anxious, irritable, and sad. അതായത് ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാര് അവര് they'll be easily irritated, and they will be very anxious. They will not have any self-confidence, and they will not make any team also for that matter. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ they will not be able to make a team. എപ്പോഴും അവര് ഇറിറ്റബിൾ ആയിരിക്കും, and they will have a what you call ഒരു gloomy ഔട്ട്ലുക്ക് ആയിരിക്കും അവർക്കുള്ളത്. ഒരു പെസിമിസം അവർക്ക് കാണും. അതാണ് ഈ സയന്റിസ്റ്റിന്റെ ഓഷ്യൻ തിയറി ഓഫ് traits in personality. O stands for openness, C stands for conscientiousness, E for extroversion, A for agreeableness, and N for neuroticism.
അടുത്ത ഹ്യൂമാനിസ്റ്റിക് തിയറി എന്നുണ്ട്, കാൾ പേജസ് ആൻഡ് എബ്രഹാം മാസ്റ്റർ. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ ബെറ്റർ ആണ് ആൾക്കാർ. there will be inherent drive for self improvement. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിപ്പോൾ ഒരു ഇൻഹറന്റ് ഡ്രൈവ് ആണ്. ഇതും ട്രൈറ്റ് ആയിട്ട് കണക്കാക്കാം, പക്ഷേ അവരെ ഹ്യൂമാനിസ്റ്റിക് തിയറി ആയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. മറ്റേനകത്ത് വരും അവർക്ക് മറ്റുള്ള they will have their self improvement. Same thing like your openness for any ideas and all that. They have improved self improvement with focus on free will and growth. Free will growth അങ്ങനെയുള്ള കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഗവൺമെന്റ് ആക്ച്വലൈസേഷൻ. ഇതൊക്കെ പോസിറ്റീവ് സൈഡ് ഓഫ് എ ഇൻഡിവിജ്വൽ ആണ്. ഈ ഫോക്കസ് ഓൺ സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ, പേഴ്സണൽ ഗ്രോത്ത്, എംഫാസിക് ഓൺ ഫ്രീ വിൽ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. ഇതും ആ ഓഷ്യനായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഓയും ഈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് ദേ ആർ ഈക്വൽ. ബട്ട് അനദർ തിയറി ബൈ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ് നേംഡ് കാൾ പേജസ് ആൻഡ് എബ്രഹാം മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ ഹ്യൂമാനിസ്റ്റിക് തിയറി. പിന്നെ ഉള്ളത് ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി. ഇവിടെ ബിഹേവിയർ ഇസ് ഷേപ്പ്, ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഇസ് ഷേപ്പ് ബിക്കോസ് ഇൻ എ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ important factor is behavior that is largely shaped by learning. ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത് സ്വന്തം പനിഷ്മെന്റ്, പഠിച്ച് തന്നെത്താനെ പഠിച്ച് ആവുന്നതാണ് ലേണിംഗ് പറയുന്നത്. അനുഭവം കൊണ്ട് പഠിക്കുന്നതിനാണ് ഇവിടെ ലേണിംഗ് എന്ന് പറയുന്നത്. ബിഹേവിയർ ഷേപ്പ് ലേണിംഗ്, റിവാർഡ്സ് ആസ് വെൽ ആസ് പനിഷ്മെന്റ്. വെൻ യു ഡു സംതിങ്, people will appreciate you, they'll give you reward, or when you are not up to the mark, they'll criticize you, they'll punish you. So and with that, when you receive these rewards and punishment, naturally you tend to change your behavior. That means you tend to change your personality behavior wise and observation of others. When you see people who are doing well and who are successful people when you're around you, you'll observe how they conduct themselves and try to go up and change your behavior. So these are all the basic theories which govern a personality. Personality assessment method. In personality, what is personality? What are the different types of personality? The theories which control personality, personality assessment method. Because ഈ പേഴ്സണാലിറ്റി അസസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ പല കോർപ്പറേറ്റ്, വലിയ കോർപ്പറേറ്റ് മാത്രമല്ല, ഈവൻ ഫോർ ഗവൺമെന്റ് ജോബ്സ് ഓൾസോ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഉണ്ട്. ബിക്കോസ് ഐ റിമെമ്പർ ഞാനൊക്കെ ബാങ്കിൽ 1970 ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇന്റർവ്യൂ പോലുള്ളൊരു പറയാ സാബു സാറിന് പുതുവാൾ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തെ, സൈക്കോളജി പ്രൊഫസർ. യു മേ ബി നോയിങ് ഹിം പേഴ്സണലി. Angere was one of the members. He was not asking any question. He was only, I still remember, he was just smiling. What is your name? When other two executives were asking us some questions, he was just observing. And I saw it so happen years after, when I was a manager in Nalanjara, Pudwal sir avada vannu. Enakana, he happened to visit our Nalanjara branch. Appo njan choichappo അങ്ങനെ എന്നൊക്കെ ഇത്തിരി പൊക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അന്നേ ഞാൻ കണ്ടുപിടിച്ചു യു വിൽ ബി റീച്ചിങ് പ്ലേസസ്. എന്ന് പറഞ്ഞ പോലെ വലിയ പ്ലേസ് ഒന്നും എത്തിയില്ലെങ്കിലും ഒന്ന് ഞാൻ യങ് ഏജ് മാനേജറൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. സോ വാട്ട് ഐ ടെല്ലിങ് ഈസ് എ പേഴ്സണാലിറ്റി അസസ്മെന്റ് മെത്തേഡ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഫോർ പ്ലേസ്മെന്റ് ബിസിനസ്. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. സെൽഫ് റിപ്പോർട്ട് ആൻഡ് ക്വസ്റ്റ്യനെയർ. ദേ വിൽ ഗിവ് യു എ റിപ്പോർട്ട് or questionnaires ഇടും, your answer. From your answer, they will assess your personality. അങ്ങനത്തെ പല സിറ്റുവേഷൻ കാണുമായിരിക്കും, പല ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിനെ പറ്റി കാണും, അല്ലാതെ ജനറൽ നോളജിനെ പറ്റി കാണും. ഹൗ യു അത് വെൻ യു ആൻസർ ദാറ്റ്, നാച്ചുറലി you will be slowly revealing your personality. Then projective test. Here, they'll give you some projects. And they'll be you some projects and ask you how your reaction or situation തരും, പറയും ഇങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ
From our answer, they will know our personality. Impulsive nature ആണോ, അതോ person is a cool-minded fellow and വളരെ അനലൈറ്റിക്കലായിട്ട് ചെയ്യുന്ന ഇതാണോ എന്നൊക്കെ അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. ദെൻ ബിഹേവിയറൽ അസസ്മെന്റ്, ദെൻ they'll give situation. ഈ പ്രോജക്ട്സ് തരുന്ന പോലെ സിറ്റുവേഷൻസിൽ ഓരോ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ ഇരിക്കും. It can be related to your work, or it can be related to your family, related to your college days, school days, or as a social ആക്ടിവിറ്റിയിൽ ഇരിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുള്ളതിനെ പറ്റി അവിടെയും ഈ സിറ്റുവേഷൻസ് വന്നിട്ട് നിങ്ങളുടെ ബിഹേവിയർ അസസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ നാച്ചുറലി ഇൻ്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞ പോലെ പൊതുവാൾ സാർ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഒബ്സർവേഷൻ. മറ്റുള്ളവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ ചെയ്യുമ്പോൾ അവർ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, കോൺഫിഡൻറ്റ്, ഈ ചുമ്മാ വെറും പടം മാത്രമാണോ എന്നുള്ളത് അവർക്ക് വെൻ ദേ ഒബ്സർവ് ഫ്രം യുവർ മാനറിസം. ചിലർക്ക് സംസാരിക്കുമ്പോൾ ഓരോ മാനറിസം കാണാം. അതൊക്കെ കാണുമ്പോൾ അവർക്ക് they can easily assess what type of personality is that person. So the personality assessment methods it consists of, there are many പല മെത്തേഡും ഉണ്ട്. Major 4 methods are self-report and questionnaire, projective test, behavioral assessment, and interviews. What is the importance of studying personality? ഈ പേഴ്സണാലിറ്റി സ്റ്റഡി ചെയ്യുന്നതിൽ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് അതും കൂടെ നമ്മൾ അറിയണമല്ലോ. ഇതുകൊണ്ട് എന്താ പ്രയോജനം, നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുന്നതുകൊണ്ട് എന്താ കാര്യം? ഇറ്റ് ഹെൽപ്സ് ഇൻ കരിയർ ഗൈഡൻസ്, ബിൽഡിംഗ് ടീം. ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് പോകുന്നുണ്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വെദർ ദിസ് മാൻ വിൽ ബി വിൽ മേക്ക് എ ടീം, ഹി വിൽ ബി എ ടീം മാൻ, ഓർ വെദർ ഹി വിൽ ബി ടേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണോ. അവർ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യനെയർ തന്നിട്ടും പ്രൊജക്റ്റൈൽ തന്നിട്ടും ബിഹേവിയറിൽ നോക്കിയിട്ടും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് കരിയർ ടീം ഗൈഡൻസ്. ദാറ്റ് ഇസ് ദ സ്റ്റഡിങ് ഓഫ് പേഴ്സണാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. Useful mental health diagnosis and therapy. And of course, not for a regular person, only people who are afflicted with some personality disorder. നേരത്തെ നമ്മൾ സംസാരിച്ച സർക്കാസം, സാഡിസം, ക്ലെപ്റ്റോമാനിയ, ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ളവരെ പഠിക്കാൻ വേണ്ടി അവരെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഈ പേഴ്സണൽ സ്റ്റഡി ഓഫ് ദെയർ പേഴ്സണാലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. aids in understanding human diversity and social interaction. സെയിം തിങ്, ഈ കരിയർ ഡെവലപ്മെന്റ് പോലെ തന്നെയാണ്, സെയിം തിങ് അത്. അതായത് ഈ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ യു ആസ്പയർ ഫോർ യു ആർ സ്റ്റാൻഡിങ് വിത്ത് ഇന്റർവ്യൂ, വെദർ യു ആർ ഫിറ്റ് പേഴ്സൺ. ഇപ്പോൾ പോലീസ് ഓഫീസർ ആവണോ, ഇല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആണോ, ഇല്ലെങ്കിൽ ബാങ്കിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ, ഇയാൾക്ക് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രോവേർട്സ് ആണോ, എഗ്രീബിൾനെസ് ഉണ്ടോ, നേരത്തെ പറഞ്ഞ ഓഷ്യൻ തിയറി ഇല്ലേ, അതൊക്കെ ഇവിടെ വരും. aids understanding human diversity and social interaction. 4, important education setting for student development. Yes, ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ എനിക്ക് തോന്നുന്നു there is a chapter about the personality development എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് എഡ്യൂക്കേഷൻ, ബിക്കോസ് the things should start from the beginning itself. അതിന് ആ കുട്ടികളെ പഠിക്കാനും ഗൈഡ് ചെയ്യാനും വേണ്ടിയാണ് എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഫോർ സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ് ഈ പേഴ്സണാലിറ്റി സ്റ്റഡി അത്യാവശ്യമാണ്. കൊച്ചിലെ അവരെ അൺനോയിങ്ലി അവർ ഒബ്സർവ് ചെയ്ത് അവരുടെ പേഴ്സണൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി പേഴ്സണാലിറ്റി. കരിയർ ഗൈഡൻസ്, mental health and therapy when you are not when you are afflicted with some personal disorders, understanding human diversity and social interaction when you aspire for some job, dealing with the public, and education attempt for development of the children. So personality പറ്റി ഇത്രയും പറഞ്ഞു. I conclude personality is a complex and integral part of every individual. No doubt about that. It's a very complex and integral individual. It influences every aspect of our life. Because a particular personality ഉള്ള ആള് ഒരിക്കൽ അങ്ങനെ പെട്ടെന്ന് പേഴ്സണാലിറ്റി ചേഞ്ച് ആവത്തൊന്നുമില്ല. നമ്മൾ ഈവൻ ദോ യു മേ ട്രൈ ടു ആക്ട് അതർവൈസ്, നമ്മുടെ ട്രൂ കളർ വെളിയിൽ വരും.
സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. How we think, feel, behave, and understand others help us to become more self-aware and empathetic towards. പക്ഷേ കുറെ കൂടെ നമ്മൾ ആലോചിച്ചിട്ട് ബിഹേവ് ചെയ്തിട്ട് മറ്റുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് അവയർനെസ് കൂടി ചെയ്യും. We will be empathetic towards us. So this is what I have to say about personality. Thank you very much. Thank Yes, you, sir. Yes, sir. Thank you, sir. Thank you very much. വളരെ ഡെപ്ത് ഉള്ള ഒരു വിഷയമാണ് സാർ. അത് വളരെ സിമ്പിളായിട്ട് ഒരു ലേമാൻ തലത്തിൽ വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം, ഏതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട തിയറീസ്. നമ്മൾ നോക്കിയ ഇഷ്ടംപോലെ തിയറികളാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് ഇനിയാഗ്രാം 9 ടൈപ്പിന്റെ ഉണ്ട്. അതുപോലെ തന്നെ മേയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ 16 ടൈപ്പിന്റെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള, കാരണം മനുഷ്യന്റെ മനസ്സ് കോംപ്ലക്സ് ആകുന്നതനുസരിച്ച് ഈ പേഴ്സണാലിറ്റിയുടെ തലങ്ങളും സാർ പ്രത്യേകം പറഞ്ഞു, പുറത്ത് കാണുന്നതല്ല, വാട്ട് ഈസ് ഇൻസൈഡ്, അതാണ് പേഴ്സണാലിറ്റി. ചിന്തകളും എല്ലാം അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് കടന്നു വരുന്നു എന്നും കൂടെ പറഞ്ഞു. സോ താങ്ക് യു വെരി മച്ച് സാർ. തീർച്ചയായിട്ടും പേഴ്സണാലിറ്റിയെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ഓരോ വ്യക്തികളെ തിരിച്ചറിയാനും ഒക്കെ ഇത് വളരെയധികം പ്രയോജനകരമാണ്. സാർ ഓർമ്മിപ്പിച്ച പോലെ പുതിയ കരിയർ ഗൈഡൻസിന്റെ തലത്തിലും ജോലിയുടെ തലത്തിലും ഒക്കെ പാർട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇവാലുവേഷനിലൂടെയാണ് പലപ്പോഴും ജോലിയിലേക്കൊക്കെ കടക്കാൻ ഇപ്പൊ സാധിക്കുന്നത്. അത്രമാത്രം കൃത്യമായിട്ട് ആളുകളെ മനസ്സിലാക്കി, വ്യക്തികളെ അല്ലെങ്കിൽ ഈ പറയുന്ന ആസ്പിരൻസിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതി എന്ന് ഓൾറെഡി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി വളരെ ഡെപ്ത് ഉള്ള ഒരു ഏരിയ ആണ്. സാർ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ആരാണ് പറയുന്നത്? കണ്ണൻ സാർ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്യാം സാർ. അൺമ്യൂട്ട് ചെയ്യണം. Okay. Hari, thank you very much. Very complex topic. You made it very simple. Yeah, I remember when I joined the Navy in 1973. There were 3 important tests. One, of course, was in a group you'll have to work. They will give an assignment, and then you're in a group of 5-6 people, and you'll have to participate and find the solution for that problem. Second was physical test. Third was medical test. ഈ ഫസ്റ്റ് പറഞ്ഞ ഗ്രൂപ്പ് ടെസ്റ്റിലാണ് ഈ എങ്ങനെയാണ് ഒരു ടീമിൽ യു ആർ ഏബിൾ ടു എൻഗേജ് വിത്ത് അതേഴ്സ്, പാർട്ടിസിപ്പേറ്റ് ആസ് എ ടീം പ്ലെയറിന്റെ കേപ്പബിലിറ്റി ഉണ്ടോ, which is very important in military functions, because you're always in a team. Either you are leading it, or you're a part of it, or you are looking at many teams from a very senior position and seeing how it can be further guided. So the psychologist used to be always there watching, and he, at the end of it, we were told we had a separate 15 minutes interaction with the psychologist. I don't know, he did something else. He within a paper, he used to put some ink, fold the paper, and whatever image comes, he will say, what do you think this image is? He was trying to understand your thinking. Did it look like a dog, or did it look like a cloud, or whatever it was? But he was trying to understand. Of course, didn't pay much attention to all those at that time. But now that when Hari gave the talk, I am suddenly reminded a lot of importance is given in the military leadership to find out whether you have the appropriate approach, appropriate person to be a team player and not a loner. That is what was being assessed. So I'm happy that Hari has selected this topic. Thank you, Hari. Thank you very much. Thanks a lot. Thank you. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ജോഷ് സാർ റെഡിയാണോ പറയാൻ? ഓക്കെ, ആദ്യം തന്നെ ഹരിഹരൻ സാറിന് പ്രത്യേകമായ
നന്ദിയും എൻ്റെയും ഈ ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ ആശംസകളും. വളരെ പ്രൗഢമായ ഒരു ക്ലാസ്സാണ് സാർ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിച്ചത്. യഥാർത്ഥത്തില് ഇത് നമ്മളുടെ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് തന്നെ നല്ലതാണ്, എങ്കിലും കോളേജിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഇത്തരം സെഷനുകളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും പല കുട്ടികളെയും ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് 4 വാക്ക് പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനും അത് ആളുകളുടെ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ധാരാളം പേർക്ക് ഇപ്പോഴും സാധിക്കാറില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നന്നായി പ്രായമുള്ളവരാണ്, പലരും റിട്ടയർ ചെയ്തവരുമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആൾ എത്ര വലിയ ആളായാലും ഒരുപക്ഷെ സ്വന്തം കുട്ടികളോട് പോലും ഈ കാര്യം അല്ലെ കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു കോളേജില്, സ്കൂളില് അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞാൽ ആ സമയത്ത് കുട്ടികൾ വളരെയേറെ സ്വീകാര്യരാകും. ഇല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾക്ക് വെച്ച് താല്പര്യപൂർവ്വം വരുമ്പോൾ ട്രെയിനർമാര് പറഞ്ഞാലും ഒരുപക്ഷെ കേൾക്കും. അല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ എത്ര നല്ല കാര്യം പറയാമെന്ന് പറഞ്ഞാലും ഇന്നത്തെ കുട്ടികളിൽ എല്ലാവരും ആയിരിക്കില്ല, ഏറെ പേരും അത്ര കണ്ട് അതിനൊരു വില കൽപ്പിച്ച് കേൾക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വളരെ നിർബന്ധമായും ഇത്തരം ക്ലാസ്സുകൾ നമ്മളൊരു യൂത്തിന്റെ സെഷൻ ഇവിടെ ഇരിക്കുന്നവരുടെ ഒക്കെ മക്കളോടും പറഞ്ഞ് പങ്കെടുക്കുമെന്നുണ്ടെങ്കിൽ അത്തരമൊരവസരത്തിൽ ഈ ക്ലാസ് ഒരിക്കൽ കൂടി പറഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേട്ട ആളുകൾക്ക് ഏതെങ്കിലും അധ്യാപകരോട് അല്ലെങ്കിൽ പ്രധാന അധ്യാപകരോട്, പ്രിൻസിപ്പൽമാരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സെഷനുണ്ട്, സാറിനെ നിങ്ങൾക്ക് സമീപിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമുക്കും ഉപകാരപ്പെടും എന്നുള്ളതിന് തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടാതിരിക്കത്തില്ല. എങ്കിലും അതിനേക്കാൾ ഏറെ ഫലപ്രാപ്തിയിലെത്തുക യൂത്ത് ആയിട്ടുള്ള ആളുകൾ, അഭ്യസ്തവിദ്യരായി വരുന്ന ആളുകളാണ്. എന്നാൽ കുറെ വ്യത്യസ്തമായി കണ്ടിരിക്കുന്നത് ഈ IAS ഒക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, അവര് കുറെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മലയാളവും പഠിക്കുന്നു, ഭാഷ പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പഠിക്കുന്നു. അവരുടെ ആ പ്രത്യേകമായ പരിശീലനത്തിന്റെയും അവരുടെ സ്കില്ലിന്റെയും ഒക്കെയാണ്. ഇതൊക്കെ എല്ലാ തുറകളിലും വേണം. പലപ്പോഴും ഡോക്ടർമാർക്കൊക്കെ ആവശ്യമുണ്ട് ആളുകളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരൊരു മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ. അവിടെയൊക്കെയാണ് നമ്മള് ദൗർബല്യം കാണുന്നത്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് പല മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വെക്കുമ്പോൾ വലിയ ഡോക്ടർമാരൊക്കെ വന്ന് എത്രയോ ദുർബലമായിട്ട് കാര്യങ്ങൾ പറയുന്നത്, അവർക്ക് അറിവൊക്കെ ഉണ്ടാവും, പക്ഷെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനും അതുപോലെയുള്ള ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പലരും അവർക്കൊരു ധൈര്യമില്ല. ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു കാര്യം വളരെ കൃത്യമായി അവതരിപ്പിച്ച് അതിൻ്റെ ഒരു ഉത്തരം തേടാൻ എങ്ങനെയാ ചോദ്യം ചോദിക്കും? തങ്ങൾക്ക് തന്നെയുള്ള കഴിവ് ഇവിടെ അവസാനം സാറ് പറഞ്ഞു വെക്കുന്ന അതായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയും വലിയ സൗഭാഗ്യമൊക്കെ എല്ലാവരും കൊതിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള യജ്ഞത്തിൽ സാറിൻ്റെ ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും
എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഒരിക്കൽ കൂടി എൻ്റെയും ഗ്രൂപ്പിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഈ യുവജനങ്ങളുടെ അടുത്ത്, പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് പ്രവർത്തിക്കുന്ന അമൃതജ്യോതി മാം പറയും പേഴ്സണാലിറ്റിയുടെ തലങ്ങൾ എങ്ങനെയാണ് മാം ഉപയോഗിക്കുന്നത്. പറയും, അഡ്മിറ്റ് ചെയ്തു. ഓക്കെ സാർ, താങ്ക് യു സാർ. ഹരിഹരൻ സാർ എടുത്ത വിഷയം ഒരു ടഫ് ടോപ്പിക്കാണ് എടുത്തത്. ശരിക്കും എന്നെ ബാലകൃഷ്ണൻ നമ്പ്യാരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. സാറാണ് എനിക്ക് പേഴ്സണാലിറ്റീന്റെ ക്ലാസ് എടുത്തത്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാർ. എനിക്ക് എപ്പോഴും വിഷമം തോന്നുന്നത് എന്താണെങ്കിൽ, ഈ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, ഒരു കുട്ടീനെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് 3 വയസ്സിനുള്ളിൽ 75% പേഴ്സണാലിറ്റി ഫോം ചെയ്ത് കഴിയും. പിന്നെ 8 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും 90% കഴിയും. പിന്നെ ടീനേജിലാണ്, ചെറിയ ടീനേജിലും കൂടി ചെറിയൊരു വ്യത്യാസം വരുത്താം. അപ്പൊ ശരിക്കും ഈ ഇനീഷ്യൽ സ്റ്റേജിൽ പാരന്റ്സിന് വലിയൊരു റോളുണ്ട് കുട്ടീനെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് പാരന്റ്സ് ശരിക്ക് ഈ ഒരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറനെ വാർത്തെടുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയോ താങ്ക് യു വെരി മച്ച് സർ, ഇങ്ങനെ ഒരു ടഫ് ടോപ്പിക് എടുത്ത് സംസാരിച്ച്. താങ്ക് യു. താങ്ക് യു മാം. ഓമന ടീച്ചർ. ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. പക്ഷേ സാർ അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ, വയറ്റിലുള്ളപ്പോൾ മുതലേ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടായാൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാകുമ്പോഴത്തേക്കും, എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് ധാരണ കിട്ടുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം കടന്നു പോയി കാണും. ആ ധാരണ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്തിക്കാണും. അതാണ് ഒരവസ്ഥ. പിന്നെ ഇപ്പം മൊബൈലിന്റെ കാര്യമാണെങ്കിലും എല്ലാം രക്ഷിതാക്കൾ ചെയ്യുന്ന കണ്ടിട്ട് കുട്ടികൾ, അല്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിന് ഭക്ഷണം കഴിക്കാനും മരുന്ന് കുടിക്കാൻ വരെ മൊബൈൽ കൊടുത്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. ആ രീതിയിലോട്ടൊക്കെ എല്ലാം കഴിഞ്ഞല്ലേ സാറിനെ പോലെയുള്ളവരുടെ ഈ ക്ലാസ് ഒക്കെ ആരെങ്കിലും കേൾക്കുന്നുള്ളൂ. ശരിക്കും സ്വാഭാവികമായിട്ടും അതാണ്. എല്ലാം കുട്ടികളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് രക്ഷിതാക്കൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അത് അങ്ങനെ ഒരു സങ്കടമേ ഉള്ളൂ. സാറിന്റെ ക്ലാസ് നമ്മളെല്ലാരും നന്നായിട്ട് കേട്ടു. നമ്മുടെയും കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി, പിള്ളേരൊക്കെ വളർന്നു പോയില്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല മാഡം. നിങ്ങൾക്ക് സെഷൻസ് എടുക്കാമല്ലോ ബാക്കിയുള്ളവർക്ക് ഇത്. അതെ സാർ, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ അന്തരീക്ഷത്തില് ശരിക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് സ്കൂളില് ഒന്നും ഇതിന്റെ ഒന്നും ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സ്മോൾ കറക്ഷൻ, ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിന്യൂ, അഫ്കോഴ്സ് കേരളത്തിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ NEP-ല് ഈ പേഴ്സണാലിറ്റി ഫോർമേഷനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. റൈറ്റ് സാബു സാർ, ആണോ? തീർച്ചയായും. സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ മന്ത്രിമാരൊക്കെ NEP വേണ്ട എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാതെ വേണ്ട എന്ന് പറയും. അതാണ് കുഴപ്പം. ഭരണാധികാരികൾ മാത്രമല്ല സാർ, ഒരു സ്കൂളിലേക്ക് ഒരു പുതിയ നല്ലൊരു കാര്യം വന്നാൽ അത് എന്താണ്, നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ പോലും അധ്യാപകർ ശ്രമിക്കുകയില്ല. അധ്യാപകർ അവർക്ക് കുട്ടികളുടെ കോർപ്പറേഷൻ കിട്ടത്തില്ല. മുകളിൽ നിന്ന് ഏതെങ്കിലും അധ്യാപകൻ ധൈര്യമായിട്ട് ഇറങ്ങി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പറയും തനിക്ക് വേറെ പണിയൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞു അയാളെ. എല്ലാ ഫീൽഡിലും അതാണ് അവസ്ഥ. Anyway, thank you. You can also give a small talk to your wherever you are. ഒരു ഫ്ലാറ്റിലാണെങ്കിൽ റിസൽ അസോസിയേഷൻ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കാം. പക്ഷേ പിള്ളേർ കേൾക്കുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ പിള്ളേര് കുറച്ചും കൂടെ കേൾക്കും സാർ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ പറഞ്ഞാലേ അങ്ങോട്ട് എന്തെങ്കിലും ചെല്ലുള്ളൂ. ഈ ഉള്ളിലില്ലാത്തത് പറയുന്നത് കൊണ്ടാണ് തീരെ കുട്ടികളിലേക്ക് ചെല്ലാത്തത്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ ഉള്ളില് ആ ധാരണയോട് കൂടി നമ്മൾ അങ്ങനെ ചെയ്യുന്ന, നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, എന്നാലേ കുട്ടികൾക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അവർ കാണുമൊന്നും വേണ്ട. അത് ഞാൻ പല തവണ സ്കൂളിൽ ഇങ്ങനെ ഓരോരുത്തർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്.
അതാണ് കുട്ടികളിൽ ഞാൻ പതിയണമെങ്കിൽ ഫ്രോയിഡിന്റെ തിയറി ഉണ്ടല്ലോ, ഇത് ഈഗോ സൂപ്പർ ഈഗോ. അതെനിക്ക് ആദ്യം വായിച്ചപ്പോൾ രസകരമായിട്ട് തോന്നി, എന്തോന്നു. ആ യങ് ഏജിലാണ് നിങ്ങളെല്ലാം കൂട്ടുന്നത്. ഓൾ യുവർ ഫ്യൂച്ചർ എവറിത്തിങ് ഈസ് ഡിസൈഡഡ്. ഈ പറഞ്ഞ മാഡം പോലെ 8 വയസ്സാവുന്ന മുമ്പേ നിങ്ങളുടെ 80% നിങ്ങൾ എന്താവാൻ പോകുന്ന എന്നുള്ളത് നിശ്ചയം ആയി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ സൂപ്പർ ഈഗോ ആണ്. അത് നിങ്ങൾ പർപ്പസ് ആയിട്ട് സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെസസറിലി ഒബ്സർവ് നോംസ് അതിനോട് ചെയ്യുന്നതാണ്. ഇതും ഈഗോയിലാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. സർ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഒരുതരം ഡൊമസ്റ്റിക്കേറ്റഡ് ആണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ അവിടെ കൊള്ളാത്തവരായി പോകും. അതാണ് നമ്മുടെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ഓരോന്ന് പെരുമാറുന്നത്. അല്ല, ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? അതാണ് സൂപ്പർ ഈഗോ പറയുന്നത്. സൊസൈറ്റി ആയിട്ട് കൺഫോം ചെയ്യണം, സൊസൈറ്റി നോംസ് ആയിട്ട് കൺഫോം ചെയ്ത് പോകണം. എനിവേ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ജോർജ് സാർ. താങ്ക് യു സർ. ഹായ് ഹരി സാർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു വലിയ വിഷയം സാറ് കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ സിമ്പിൾ. ഞാൻ നേരത്തെ ഒരു അഡ്വാൻസ് അപ്പോളജി ഇതെടുത്തല്ലോ, ജാമ്യം എടുത്തില്ലേ? ടഫാണ്, അബ്സ്ട്രാക്ട് ആണ്. തീർച്ചയായിട്ടും അത് വളരെ ശരി തന്നെയാണ്. എത്രയോ മാസങ്ങൾ പഠിപ്പിച്ചാലും ഓരോ കോഴ്സുകളുടെ ഭാഗമായിട്ട് ഇത് തീരാത്ത ഓരോ തിയറി, ഈ പറയുന്ന ഓരോ തിയറിയും വോളിയൂംസ് ഓഫ് ബുക്സ് ഉണ്ട്. ഐ ആം റൈറ്റ് സാർ? ഉണ്ടോ? വോളിയൂം ഉണ്ട്. തീർച്ചയായും. പിന്നെ സാറേ, ഓരോ മനുഷ്യനും ഓരോ വോളിയമാണ്. ഓരോ മനുഷ്യന്റെയും മനസ്സ് അത്രമാത്രം വിഭിന്നമാണ്. ഈ തിയറികളൊക്കെ മാറി നിൽക്കും പല മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ. അപ്പൊ അതെല്ലാം പുതിയ പുതിയ അറിവുകളാണ്. ജോർജ് സാർ പറഞ്ഞോളൂ. തിയറിയും പ്രാക്ടിക്കലായിട്ട് പൊരുത്തപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ ഓരോ വ്യക്തിയിലും ചിലപ്പോൾ കണ്ടെന്നു വരും. അത് ചില സന്ദർഭത്തിൽ മാറും. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ കണക്ക് പറഞ്ഞ ജനിച്ചു വീഴുന്ന കുഞ്ഞും മാലാഖമാരെ പോലെയാണെന്നല്ലേ പറയുന്നത്. ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, നമ്മൾ വരച്ചാണ് പിന്നെ കൊടുക്കുന്നതല്ല. അതിനകത്ത് പേരൻസിന്റെ റോള് വളരെ വലുത് അല്ലേ? അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന് വീഴുന്നിടം മുതലേ ഗർഭസ്ഥ ശിശു പലതും മനസ്സിലാക്കുന്നു എന്നുള്ളതാണല്ലോ പുരാണങ്ങളിൽ വരെ പറയുന്നുണ്ട്. പഴയ ശരിയായ ശാസ്ത്രവും കൂടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് മുതലേ തുടങ്ങണം യഥാർത്ഥത്തിൽ മക്കൾ വളർത്തേണ്ട കാര്യവും. ഇങ്ങനെയുള്ള ബിഹേവിയർ സയൻസും ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് തുടങ്ങണം. പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ കുടുംബ സദസ്സുകളിലൊക്കെ പേരൻസിന് ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കുടുംബ സദസ്സുകൾ. അവിടെ മുതൽ തുടങ്ങാം. കൊച്ചുകുട്ടികളെ കൊണ്ട് പോകുന്ന എല്ലാ ചടങ്ങിലും അവർക്ക് ഒരു റോള് കൊടുക്കണം. അവർക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവരാ, നിങ്ങൾ ആകർഷകമാണ്, നിങ്ങൾ പ്രധാന വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. കഴിയുമെങ്കിൽ ഒരടിയെങ്കിലും ഉയരമുള്ള ഒരു സ്റ്റേജ്, ഒരു സ്റ്റെപ്പ് കയറ്റി നിർത്തിയിട്ടായാലും മതി. എന്നിട്ട് ഒരു കയ്യടിയെ കൂടെ കൊടുത്താൽ അവർ തുള്ളിച്ചെടും. അവിടെ മുതൽ ട്യൂൺ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാ. പക്ഷേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് തന്നെയാ നമ്മൾ ട്യൂൺ ചെയ്യുള്ളൂ. പിള്ളേരെ ഒന്നിനും അടിപ്പിക്കരുത്, ഒന്നും കാണിക്കരുത്, ഒന്നും തൊടിയിപ്പിക്കരുത്, മിണ്ടരുത്. അടക്കി ഒതുങ്ങി മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ എല്ലാവർക്കും സന്തോഷം. ഒരു കുസൃതിയില്ല, ഒരു കുഴപ്പമില്ല. എന്താ ചെയ്യാ? അവിടെയാണ് പ്രശ്നം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ തുടങ്ങിയിരിക്കുന്ന പ്രശ്നം. നമ്മൾ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ മക്കളെ ഒരു പക്ഷെ കുറച്ചുകൂടെ മാറ്റി നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അവയർനെസ് കിട്ടുന്നത് ഇപ്പോഴാണ്. വരും തലമുറയ്ക്ക് അങ്ങനെയാന്ന് പറയേണ്ടതില്ല. പക്ഷെ എന്തൊരു ആകും എന്നുള്ളത് കാത്തിരുന്ന് കാണും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കുട്ടികൾ ശരിക്കും നമ്മൾ പറയുന്നതല്ല ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക. പാരന്റ്സ് ശരിക്കും റോൾ മോഡൽ ആയിട്ടില്ലെങ്കിലുള്ള ദൂഷ്യങ്ങളാണ് ശരിക്കും പേഴ്സണാലിറ്റിയിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ വലിയൊരു കാരണം അല്ലേ? ശരിക്കും അതുകൊണ്ടാണ് മാഡം എല്ലാ സൈക്കോളജിക്കൽ സബ്ജക്റ്റിലും the focus is on childhood experiences. അവരനുഭവിക്കുന്നത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ആ പേഴ്സണാലിറ്റിയെ, ആ വ്യക്തിയെ ഫോം ചെയ്യുന്ന അതാണ്. പക്ഷെ സാറേ, ഇപ്പൊ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ തെറാപ്പിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതുപോലെ സ്റ്റഡി പ്രസന്റ് ടൈമില്
നമുക്ക് എങ്ങനെ അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള പഴയ കാലത്തെയുള്ള സാഹചര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിട്ട് അപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ഇപ്പം ബിഹേവിയർ സയൻസിലും ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രൈറ്റ്സിലും ഒക്കെ പ്രസന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പൊ എപ്പോഴും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റിവിറ്റിയുടെ ഒരു വലിയ കേദാരം. അപ്പൊ അതിനെ മാറ്റി പുതിയ രീതിയിൽ പോകണമെന്നുള്ള ഒരു ഫോക്കസ് ആണ് ഇപ്പം പുതുതായിട്ടുള്ള ഒരു ട്രെൻഡ്. അത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പഠിക്കുക. നാളെയോ ഇന്നലെയോ നോക്കാതെ ഈ നിമിഷത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള അപ്രീസിയേഷനിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു രീതി. എനിവേ ഹരിഹരൻ സാറിനെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഒരു സൈക്കോളജിസ്റ്റ് പോലും എടുക്കാൻ മടിക്കുന്ന ഭാഗങ്ങളാണ് ഓരോ ഓരോ പ്രാവശ്യം സാർ എടുക്കുന്നത്. ഞാനത് വളരെയധികം സന്തോഷത്തോടെയാണത് സ്വീകരിക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തൊരു പഠനത്തിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ ഒരു വലിയ തലമാണ്. നമ്മൾ ഇപ്പൊ സാറ് തന്നെ എന്തോരം വാക്കുകളാണ് പുതിയ പഠിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം കേൾക്കുമ്പോൾ അപ്പൊ സാറ് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ ഞാൻ നോക്കിക്കാണാണ്. വീണ്ടും ഇതുപോലത്തെ സെഷൻസ് തീർച്ചയായിട്ടും വരണം. ഞാൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞപ്പം 9 തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ സാറിന് കൊടുത്തു. സാർ ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സാർ അത് ആറോ ഏഴോ എടുത്തു സാറേ. അതെ. അപ്പൊ പേഴ്സണാലിറ്റി ആസ് എ വോൾ തുടങ്ങി. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇനി നാസിം മാം ഉണ്ടോ? നാസിം മാം. സാറേ ഞാനൊരു ഡൗട്ടോടെ ചോദിച്ചോട്ടെ? ക്ലാസ് ഞാൻ കേട്ടില്ല, ഫീഡ്ബാക്ക് കേട്ടത് ഞാൻ കേട്ടോളൂ സാറേ. ഓൺലൈൻ ക്ലാസ് അപ്പൊ നല്ലൊരു ക്ലാസ് ആണെന്ന് അറിഞ്ഞു സാറേ. താങ്ക് യു ഹരിഹരൻ സാറേ. പേഴ്സണാലിറ്റി പ്രോബ്ലം നമുക്ക് ക്ലാസ് റൂമുകളിലും അപ്പൊ നമ്മൾ അറിയുന്ന കുടുംബങ്ങളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പെരുമാറ്റ പ്രശ്നങ്ങള്, അതുപോലെ വഴക്ക് കൂടുമ്പോ കണ്ട കുട്ടികള്, അവരെ മാറ്റങ്ങള്, ടെൻഷൻ ഓറിയന്റഡ്, അതുപോലെ പ്രശ്നം വരുമ്പോ പെട്ടെന്ന് സ്ട്രക്ക് ആവണത്, 3 കുട്ടികളുടെ 3 തരത്തിൽ വളർന്നത് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ സർവീസ് ഇരിക്കും നമുക്ക് കുറേ അറിയാം. നല്ല സന്തോഷന്മാരായ കപ്പിൾസിന്റെ മക്കള് വളരെ അഡ്ജസ്റ്റബിൾ ആവണതും പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തരണം ചെയ്യണതൊക്കെ നമുക്ക് കുറെ നമ്മളെ വീട്ടങ്ങളിൽ നമുക്ക് അറിയാം. അപ്പൊ പുതിയ തലമുറയിലെ മിടുക്കരായ കുട്ടികള് സ്വയം പഠനം നടത്തി ഒരു കറക്ഷൻ നടത്താൻ തയ്യാറായി വരുന്ന ഒത്തിരി ആളുകളുണ്ട്. പുതിയ പാത്വേ സൃഷ്ടിച്ച് ലെറ്റ്സ് ഗോ മെത്തേഡ് കൂടെ എവറിത്തിങ് ഈസ് ഇൻ എന്താ പറയാ ഒരു ന്യൂട്രൽ ഫോമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആക്സെപ്റ്റൻസ് ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് മാറിയിട്ട് ഒരുപാട് തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല മക്കളും ആവുന്നുണ്ട്. അപ്പൊ താങ്ക് യു സാർ. അപ്പൊ സാബു സാറിന്റെ ഒരു എന്താ പറയാ ഒരു അനുമോദനം സ്പെഷ്യൽ കൂടി സാറിന് കിട്ടിയതിൽ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു മാഡം. ജോഷി സാർ എന്തോ ചോദിച്ചു ഡൗട്ട്? ചോദിക്കാം സാറേ. അതായത് ഇപ്പൊ ഇവിടെ ഈ റിഫ്ലക്ഷൻസ് പറഞ്ഞ ആളുകൾ ജോർജ് സാറ് ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ രമാവതി മാം അല്ലായിരുന്നോ ഒരു അഭിപ്രായം പറഞ്ഞു? അമർജ്യോതി മാം വളരെ സയന്റിഫിക് ആയിട്ട് അതിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഓമന ടീച്ചറും ദീർഘകാലം കോളേജിൽ പഠിപ്പിച്ച് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ചു. ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഈ കുട്ടികളും അല്ലെങ്കിൽ കുടുംബവും ഒക്കെ ആയി ബന്ധപ്പെട്ട ചില മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ചില കാര്യങ്ങൾ നിരീക്ഷണം പോലെ പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയാണ് എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. ഞാൻ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരാശയം കയറി സാറിനോട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണമെന്ന് തോന്നിയത്. സംഗതി ഇതാണ്, ഞാനും കണ്ടിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു കുറച്ച് മുതിർന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവര് നല്ല ഫാമിലിയിൽ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ആ ഫാമിലിയിൽ നിന്നും നല്ല കുട്ടികളായി ഇപ്പോഴും പേരൻസിനോടും മറ്റുള്ളവരോടും ഒക്കെ നല്ല വിധേയത്വത്തിലും നന്നായി ജോലി ചെയ്തും നല്ല നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മനുഷ്യപ്പറ്റായും ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പേരൻസിന്റെ കുട്ടിക്കാലമല്ല, അവരുടെ കുട്ടികളുടെ കുട്ടിക്കാലത്ത് വളരെയേറെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ഞാനും എഗ്രി ചെയ്യുന്നു, നോ ഡൗട്ട്. അപ്പോൾ അതിന് ജോർജ് സാറ് ഒരു കാര്യം പറഞ്ഞത്, പക്ഷെ നമ്മളിപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ജാമ്യം
അപ്പോ നമ്മുടെ അറിവില്ലായ്മയും ചിലപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ കാരണമായിട്ട് ഉണ്ടാകാം. എന്നിരുന്നാലും ഇനിയാണ് എൻ്റെ ചോദ്യം. എന്നിരുന്നാലും ഈ ഒരേ വീട്ടിൽ നല്ല പേരൻസിന്റെ നല്ല അന്തരീക്ഷത്തിൽ എന്ന് നമ്മൾ നോക്കിയിട്ട് കണ്ടത് അവിടെ 2 or 3 കുട്ടികളുണ്ടെങ്കിൽ, ഇത് ഒറ്റ കേസിലൊന്നുമല്ല, ഒട്ടനവധി കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ ഒരാളോ 2 പേരോ ചിലപ്പോൾ വളരെ വളരെ സൂപ്പർ ആയിരിക്കും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ. ഒരാൾ ചിലപ്പം ഒരേ തരത്തിലൊക്കെ തന്നെയല്ലേ അവർ പെരുമാറിയിരിക്കുന്നത്, പക്ഷെ ഒരാൾ വളരെ മറുതലിക്കും, അല്ലെ 2 ആള് വേറെ രീതിയായിരിക്കും. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കാമോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്താൽ ഒരു ചില ഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് സക്സസ് ആകാത്തത്, ചിലരൊക്കെ അങ്ങനെ ആയി പോകുന്നത്, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായോ അല്ലാത്തതോ ആയ മറുപടി ഉണ്ടോ? ഞാൻ എൻ്റെ ടോക്കിനകത്ത് പറഞ്ഞു, ഈവൻ ഫോർ ട്വിൻസ് ദേ ഡിഫറെന്റ് പേഴ്സണാലിറ്റി. സാറിന് ഓർമ്മയില്ലേ? കേട്ടോ, ട്വിൻസിന് തന്നെ ഒരേ ജനറ്റിക് ആണ്, പേഴ്സണൽ ഡിഫറെന്റ് ആയിരിക്കും. പല ഫാക്ടേഴ്സ് ഉണ്ട് സാറേ ഇതിനകത്ത്. മറ്റേ ഫ്രോഡിയൻ തിയറി പറഞ്ഞില്ല, ഇത് അവിടെ ഈഗോ, ഇതിരിക്കുന്ന സമയത്ത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈ പറഞ്ഞ കുട്ടികളൊക്കെ സ്വന്തം അച്ഛൻ്റെയും ശിക്ഷണത്തിലോ ഇരിക്കുന്നവരുടെ ബിഹേവിയർ ഒക്കെ ഒരുപോലെ ഇരിക്കും. ഈഗോ സ്റ്റേജ് എത്തുമ്പോൾ, അതായത് സ്കൂളിലവിടെ പോകുമ്പോൾ റിയാലിറ്റിയുമായിട്ട് അവർ ബന്ധപ്പെടും. ഒരാൾ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ ആൾക്കാരുടെ അടുത്തല്ല, ഇപ്പം ക്ലാസ്മേറ്റ് ആയിരിക്കില്ല മറ്റാളുടെ ക്ലാസ്മേറ്റ്സ്, ഇല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത, അപ്പോൾ ഈ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അത് പേരൻസ് ഷുഡ് വെരി, അതാണ് പറയുന്നത്, യു ഷുഡ് നോ നിങ്ങളുടെ കുട്ടികൾ ആരുടെയൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത്, ആരുടെയൊക്കെയാണ് മിങ്കിൾ ചെയ്യുന്നതൊക്കെ അറിയേണ്ടത് പേരൻസിൻ്റെ ഒരു കടമയാണ്. അത് ഈഗോ, സൂപ്പർ ഈഗോ പോകുമ്പോൾ യു ആർ ഓപ്പൺ ടു സൊസൈറ്റി. അഫ്കോഴ്സ് അന്ന് അറ്റ് ദാറ്റ് ടൈം യു ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് യുവർ പേരൻസ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരേ വീട്ടിൽ ജനിച്ചായാലും ശരി, ഇരട്ട കുട്ടികളായി ജനിച്ചാലും ശരി, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻസ് യു ആർ എക്സ്പോസ്, യുവർ പേഴ്സണാലിറ്റി വിൽ ചേഞ്ച്. താങ്ക് യു. സാർ, അത് അതിനൊരു കാരണം കൂടെ ഇങ്ങനെ പറയും. ഇപ്പൊ സാർ പറഞ്ഞ ഇഡ്, സൂപ്പർ ഈഗോ, ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയും ഇഡ് എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലത്തുള്ള ചൈൽഡ് ലൈക്ക് രീതികളാണ്. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ സോഷ്യൽ ബൗണ്ടറീസ് ആണ്. പക്ഷെ നമ്മൾ ലീവ് ചെയ്യുന്നത് ഈഗോ സ്റ്റേറ്റിലാണ്. ഈ ഈഗോയിലാണ് നമ്മൾ ഈ 2 കണ്ടീഷനും വരെ. കാരണം നമ്മൾ കുട്ടി എന്ന നിലയിൽ എനിക്കിപ്പോൾ ഇത് വേണം എന്ന് പറയുകയും അതേസമയം മോറൽ വാല്യൂ പറയുന്നത് ഇത് ഈ സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പിന്നെ അവിടെ ഒരു കോംപ്രമൈസ് വരും. അവിടെയാണ് ഈഗോയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 2, ഇപ്പോൾ സാറ് പറഞ്ഞ സൂപ്പർ ഈഗോയിലും അതുപോലെ തന്നെ ഈഗോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തികളും അവരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. ഇപ്പോൾ ട്വിൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. ഒരാൾക്ക് അത് അംഗീകരിക്കും, ചിലർ അനുകൂലമല്ലാത്ത രീതിയിൽ നിൽക്കും. ഇപ്പം ഒരു വീട്ടിൽ അച്ഛൻ മദ്യപിക്കുന്നു, ഒരു മകൻ ആ മദ്യപാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി പോകാണ്ട് മാർഗമായിട്ട് അത് കാണും. അതേസമയം മറ്റേ മകൻ കാണുന്നത് ഇതൊരു വലിയ ശല്യമായിട്ടായിരിക്കും കാണും എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എപ്പോഴും. അപ്പം നമ്മളുടെ പെർസ്പെക്റ്റീവ്, അതാണ് ഈ ഹ്യൂമൻ മൈൻഡാണ് ഇതിൻ്റെ എല്ലാം, ഈ തിയറി എല്ലാം ഉണ്ടാക്കുന്നത്. മൈൻഡ് എങ്ങനെയാണോ പെർസീവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതനുസരിച്ച് ഈ ചേഞ്ചസ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാൾ പോലെ ഒരാളാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും കൂടി ചേർക്കാണെങ്കിൽ പറയാം കേട്ടോ. നാസിം അത് പറയുന്നുണ്ട്. ആൻസർ, കാരണം ഒരു മദ്യപാനിയുടെ ഇരട്ട കുട്ടികളിൽ ഒന്ന് മുക്കൊടിയനും ഒന്ന് ലോകം കണ്ട ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനായ കഥ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര വൃത്തികെട്ട അച്ഛന് ഇങ്ങനെ അല്ലാതെ ഞാൻ എങ്ങനെ പഠിക്കാം, ഇതല്ലേ കണ്ടു പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ മറ്റവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് അമ്മയുടെ ദുരിതം കണ്ട് ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്നുള്ള ആ എടുത്ത കാഴ്ചപ്പാട്. സാർ അത് വളരെ നല്ല ഇന്നറിയുന്നാണ് സാർ ഉത്തരം പറഞ്ഞത്. ആ എടുത്ത രീതിയാണ് കുട്ടി സ്വീകരിച്ച രീതി. മാത്രല്ല സാർ, ഇപ്പൊ വീട്ടില് 2 or 3 കുട്ടികളുണ്ടെങ്കിലും മൂത്ത കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കും, താഴെ ഒരു പാമ്പറിങ്ങും. നടുവിലത്തെ ഒരു അനാഥരായിട്ട് പൊതുവെ അവരാദ്യം ശ്രദ്ധിക്കില്ലല്ലോ. വളരെ കറക്റ്റും കൺസിസ്റ്റൻസി ഉള്ള കുട്ടികളായിരിക്കും.
നമ്മൾ അവർ തീരെ ശ്രദ്ധിക്കില്ല. മറ്റൊരു ഇപ്പോഴും മൂത്തവര് നമ്മളൊന്ന് ഡിപ്പെൻഡ് ചെയ്യും. താഴെയുള്ളവരാണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടായി അത്ര എളുപ്പം. അപ്പൊ നമ്മളുടെ അടുത്തും പ്രശ്നമുണ്ട്. എന്നെ പ്ലാവലെടുക്കാറായ ഒരു പ്ലാവലെടുപ്പിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു നമ്മൾ തിരിഞ്ഞു നോക്കേ വേണ്ട. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം അവർക്കുണ്ട്. അവരെ പണിയും കഴിഞ്ഞിട്ട്. അതെനിക്ക് അനുഭവത്തിൽ തോന്നിയിട്ടുള്ളതാ. എന്റെ നടുവിലത്തേനെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് വിട്ടിട്ടുള്ളതാ. അത് അവളെ പണിയും കഴിഞ്ഞ് അവളെ ഹെൽപ്പ് ചെയ്ത് തരും. എല്ലാ സാധനം കറക്റ്റാ. അങ്ങനെ ആർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റാതെ എനിക്ക് തന്നെ അത്ഭുതമാണ്. വല്ലാതെ കറക്ഷനാ. ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. കാരണം അവളെ ഒറ്റയ്ക്കാണ് എല്ലാ സാധനം നോക്കും, കറിയും എടുക്കും, നോക്കാൻ നേരില്ല. അപ്പൊ അതൊരു പഠനമാണ് എനിക്ക്. എപ്പോഴും ക്ലാസ്സുകൾ അധ്യാപകരോടും പറയും, കൂടുതൽ ശ്രദ്ധിക്കാനും പാടില്ല, കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാനും പാടില്ല. മൂത്തരോട് സ്ട്രിക്റ്റ് ആകുമ്പോ അവര് വലുതാവും, നമ്മളോട് സ്ട്രിക്റ്റ് ആവും. താഴെവരാണെങ്കിൽ ഓവർ നമ്മളോട് ഭയങ്കര സ്നേഹം, പൊളൈറ്റ്നെസ് ഉണ്ടെങ്കിലും നമ്മളൊന്ന് പിന്നിൽ കൂടെ അടക്കാൻ വേണം. ആ ഒരു പ്രശ്നമുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നടുവിലെ കുട്ടികൾ പൊതുവെ ഭയങ്കര ബോൾഡ് ആയിരിക്കും. സാബു സാറിന് കറക്റ്റ് ആയിട്ട് ആൻസർ തരാൻ പറ്റും. താങ്ക് യു സാർ. പറഞ്ഞു. ഒരു അനുഭവം സാറ് പറഞ്ഞ പോലത്തെ ഒരു അനുഭവം ഉണ്ട്. അതായത് ഒരു അമ്മേന്റെ 2 മക്കൾ എപ്പോഴും അടികൂടുന്നേരം അമ്മ എപ്പോഴും പറയും, നിങ്ങളെ 2 ഞാൻ മെന്റൽ അസൈലത്തിൽ കൊണ്ടിടും എന്ന് പറയും. അപ്പൊ വലുതായപ്പോ ഒരാള് സൈക്കാട്രിസ്റ്റായി, ഒരാള് അവിടുത്തെ രോഗിയായി. അതാണ് മനുഷ്യൻ നമ്മൾ എങ്ങനെയാണോ അത് എടുക്കുന്നത്, ഓരോ ബ്രെയിനും അത് എടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മളെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. അത് വളരെ ശരിയാണത്. ഓക്കെ, അപ്പൊ താങ്ക് യു ജോഷ് സാർ. നല്ലൊരു ആശയം പറയാൻ അവസരം കിട്ടി. ഹരിയൻ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്തൊരു ഇതുപോലെ മനോഹരമായ ഒരു വിഷയമായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. ഉടനെ റെഡി ആയിക്കോളൂ. ഓക്കെ. കാരണം സാറ് എവിടെയോ ആണല്ലോ, തുറന്ന സ്ഥലത്ത്. ഇല്ല, ഞാൻ വീടിന് പുറത്താ. ഓക്കെ, നടക്കണ പോലെ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പൊ സീ യു. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.